പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 തെസ്സലോനിക്കർ 3 അധ്യായം 3 വാക്യം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം കാത്തുകൊള്ളും. നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ലോകത്തിൽ വിശ്വസ്തതയോടെ നിൽക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ റോൾ മോഡലാണ്. അങ്ങനെയുള്ള ഒരു നല്ല സ്വഭാവം, വിശ്വസ്തത ദൈവത്തിൻ്റെ മുഖമുദ്രയാണ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഫലമാണ് വിശ്വസ്തത. ഇന്ന് പകൽക്കാലവും അവൻ വിശ്വസ്തനായതുകൊണ്ട് നമ്മെ സൂക്ഷിക്കും. പ്രിയരെ, ലോകത്തിൽ മനുഷ്യർ അവിശ്വസ്തരായി തീർന്നാലും, മനുഷ്യർ തങ്ങളുടെ വാക്കു മാറിയാലും വാക്കു മാറ്റാത്ത ഒരു ദൈവം നമുക്കുണ്ട്. 2 തിമോത്തി 2 അധ്യായം 13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവൻ വിശ്വസ്തനായി നിൽക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. അവൻ്റെ വചനവും വിശ്വാസ യോഗ്യം ആകുന്നു. ഈ രാവിലെ പിതാവേ ഹല്ലേലൂയ എന്ന് വിളിച്ചുകൊണ്ട് ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ അവനെ തള്ളിക്കളയത്തില്ല, അവനെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ലെന്ന ഒരു വാക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വചനം അതുപോലെ അവൻ നിവർത്തിക്കും. ഹല്ലേലൂയ. പ്രിയരെ, അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ അധരം തുറന്ന് ഏറ്റുപറയാം: നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1 അധ്യായം 9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അവൻ്റെ കൂട്ടായ്മയിലേക്ക്, ദൈവിക ഫെലോഷിപ്പിലേക്ക് ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടോ? അവൻ വിശ്വസ്തനാ. ഈ കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വന്നത്, അപ്പ എന്ന് വിളിച്ചത്, അത് വൃഥാവിലായി പോകത്തില്ല എന്ന അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ വിളിച്ചെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ അവൻ നിവർത്തും. ഒന്നുകൂടെ വിളിച്ചു പറയുമോ? എൻ്റെ കർത്താവ് വിശ്വസ്തൻ, എൻ്റെ കർത്താവ് വിശ്വസ്തൻ. പ്രിയരെ, അവൻ വിശ്വസ്തനെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ ഒരു കാര്യം നാം വായിക്കുന്നു: മനുഷ്യർക്ക് നേരിട്ടില്ലാത്ത, നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ജീവിതത്തിൽ ഏത് പരീക്ഷ വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അതിനകത്തൊരു ഹല്ലേലൂയ ഒരു പോക്കു വഴി ദൈവം തരും. പ്രിയരെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം അടച്ചു വെക്കാൻ, ഒതുക്കി നിർത്താൻ ആർക്കും പറ്റത്തില്ല. മുമ്പോട്ടുള്ളൊരു വഴി ദൈവം കരുതിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവിയിൽ കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു വഴി നിശ്ചയമായി ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കരുതിയിട്ടുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ വിശ്വസ്തനായതുകൊണ്ട് ഒരു പോക്കുവഴിയുണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നിട്ട് വഴി അടച്ചു കളയുകയല്ല. മോശ കണ്ടിട്ടില്ലാത്ത, ഇസ്രായേൽ ജനം കണ്ടിട്ടില്ലാത്ത, ചരിത്രത്തിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ചെങ്കൽപ്പാത ചെങ്കടലിൻ്റെ നടുവിൽ ഒരുക്കിയവനാ നമ്മുടെ കർത്താവ്. പ്രിയരെ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എത്ര വലിയ ചെങ്കടലായിക്കോട്ടെ, എത്ര ആർത്ത് ഇരമ്പി വരുന്ന ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ തിരമാലകളായിക്കോട്ടെ, അതിൻ്റെ നടുവിലൂടെ ഒരു പോക്കുവഴി ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറുകയാണ്. പ്രിയ സഹോദര സഹോദരി, മുമ്പോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഇനി നാളെ എന്ത് ചുവടെടുക്കുമെന്ന് നീ വിചാരിച്ചിരിക്കുകയാണോ? നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും. എൻ്റെ കർത്താവ് വിശ്വസ്തനാ, നമ്മുടെ അപ്പ വിശ്വസ്തനാ. ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ ചില തീരുമാനങ്ങൾ എടുക്കാൻ, എന്താ തീരുമാനമെടുക്കേണ്ടെന്ന് ആശയക്കുഴപ്പത്തിലിരിക്കുന്ന പ്രിയ ബ്രദർ സിസ്റ്റർ, നിങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു പോക്കുവഴി ഉണ്ടാക്കും, ഒരു വഴി തുറക്കും. ആരും കണ്ടിട്ടില്ലാത്ത വഴി തുറക്കും. മനുഷ്യർക്ക് മറ്റു മനുഷ്യർക്ക് കടപ്പാൻ കഴിയാത്ത, ഹല്ലേലൂയ, അവർക്ക് അനുകരിച്ചിട്ട് പിടിക്കാൻ പറ്റാത്ത അത്ര വലിയ വിശാലമായ ദൈവിക വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കും. വഴിയിൽ പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ സൂക്ഷിച്ച് പരിപാലിച്ച് നിങ്ങളെ അക്കരെ എത്തിക്കും. ചിലരോട് ഞാൻ പറയുക, ഹല്ലേലൂയ, ചിലരിങ്ങനെ വിചാരിക്കും: നാളെ പ്രഭാതം എങ്ങനെ കാണും, ഈ മാസം എങ്ങനെ മുമ്പോട്ട് പോകും, ഹല്ലേലൂയ, എങ്ങനെ അടുത്തൊരു ചുവട് വെക്കും? ദൈവം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു പോക്കുവഴി, നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും, ദൈവം തുറക്കും, ദൈവം തുറക്കും.
തുറക്കും. നിശ്ചയമായി സഹോദര, ദൈവം വഴി തുറക്കും. അവൻ വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അവൻ അത് നിവർത്തിക്കും. 1 തെസ്സലോനിക്കർ 5:24 ബൈബിൾ പറയുന്നത് അത് തന്നെയാണ്. അവൻ അത് നിവർത്തിക്കും. ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ മുമ്പോട്ട് പോകും? ഇതിനൊരു പരിഹാരം എന്താ എന്നൊക്കെ വിചാരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് അത് തന്നെ എന്നോട് പറയുന്നു. ദൈവം അത് നിവർത്തിക്കും. എൻ്റെ കൈകൊണ്ട് അത് പൂർത്തീകരിപ്പാൻ, എൻ്റെ ബുദ്ധി കൊണ്ട് അത് ചെയ്യാൻ, എൻ്റെ പോക്കറ്റിലെ പൈസ കൊണ്ട് അത് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്ന ചിലരോട് പറയുന്നു, എൻ്റെ കർത്താവിലൊന്ന് ആശ്രയിച്ചാട്ട്, കർത്താവിനോടൊന്ന് പറഞ്ഞിട്ട്, അപ്പാ അങ്ങ് വിശ്വസ്തനാ, അങ്ങ് മതിയായ ദൈവമാ. ഒന്ന് വിശ്വസ്തനെന്ന് നിങ്ങളൊന്ന് ഏറ്റു പറയുമ്പോൾ അവൻ്റെ വിശ്വസ്തത, അവൻ്റെ മഹത്വമുള്ള കരം നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം വെളിപ്പെടുത്തും. നിശ്ചയമായി ഞാൻ അത് വിളിച്ചു പറയാം. കർത്താവ് വിശ്വസ്തൻ. ഒന്ന് വിളിച്ചു പറയട്ടെ, യേശു വിശ്വസ്തൻ. യേശു വിശ്വസ്തൻ. അവൻ വഴി തുറക്കും. അവനത് നിവർത്തിക്കും. അവനത് ചെയ്തു തരും. നിങ്ങൾ അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തയോടെ അവൻ്റെ വചനത്തെ നിവർത്തിക്കുമെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ മാനിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കരം കാണുവാൻ, ദൈവത്തിൻ്റെ അസാധാരണ ഫേവർ അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.